നമസ്കാരം. കൊല്ലവർഷാരംഭം ചിങ്ങം. ഭാരതം പുണ്യമായ രാജ്യമാണ്. കൃഷിവര്യന്മാരും മുനിശ്രേഷ്ഠന്മാരും ലോകസത്യമെന്തെന്ന് കണ്ടറിഞ്ഞത് ഭാരതമണ്ണിലിരുന്നാണ്. ഈ ഭാരതമണ്ണിൽ ഈശ്വരൻ മനുഷ്യാവതാരമെടുത്ത് ലീലകളാടി. കഠിനമായ കാലാവസ്ഥകളെ അവഗണിച്ച് വിജ്ഞാനങ്ങൾ നമുക്ക് പകർന്നു തരാൻ നമ്മുടെ പൂർവികാചാര്യന്മാർ തപസ്സനുഷ്ഠിച്ചു. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പരമശക്തിയാണ് ഈശ്വരനെന്നും സമസ്ത സൃഷ്ടികളും പരമശക്തികളുടെ ഭാഗങ്ങളാണെന്നും ലോകത്തിനവർ മനസ്സിലാക്കി തരുവാൻ ശ്രമിച്ചു. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ വാഗ്ദാനം നൽകിയ ഭഗവത്ഗീത ഭാരതത്തിൻ്റെ മാത്രം സ്വന്തമാണ്. ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ കൈകളിൽ ഒന്നും സുരക്ഷിതമല്ല. ഡൽഹി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ അപകടവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരുന്നു. അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന മിക്ക വസ്തുക്കളും കത്തിനശിച്ചു. എന്നാൽ അവിടെ നിന്ന് കണ്ടെത്തിയ ഭഗവത്ഗീത പൂർണ്ണമായി സുരക്ഷിതമാണ്. പുസ്തകത്തിൻ്റെ ഒരു പേജ് പോലും കത്തിനശിച്ചിട്ടില്ല. പുസ്തകം പൂർണ്ണമായും വായിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഉണ്ടായത്. നിരവധി സോഷ്യൽ മീഡിയ ഇതിനെ ഒരു അത്ഭുതമായി വിശേഷിപ്പിച്ചു. വിശ്വാവസു സംവത്സരത്തിൽ വിശ്വാസ് എന്ന നാമധേയ വ്യക്തിയെ രക്ഷപ്പെടുത്തി വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ കൈകളിൽ ഒന്നും സുരക്ഷിതമല്ല. ജീവിതത്തിൽ എല്ലാം മാറിമറിയാൻ ഒരു സെക്കൻഡ് മതി എന്നതാണ് സത്യമെന്ന്. ഭഗവത്ഗീതയും അതിലെ തത്വങ്ങളും ആർക്കും ഒരു ശക്തിക്കും ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. ഭാരതീയമായതെല്ലാം സത്യമാണ്. പരമാത്മാവിൻ്റെ വാക്കുകൾ കത്തില്ല എന്ന് ഭാരതമണ്ണിൽ കാണിച്ചു കൊടുത്തു. വിമാനത്തിൻ്റെ അവസാന നിമിഷങ്ങൾ പകർത്തിയത് ആര്യൻ എന്ന ഒരു ബാലനാണ്. 1 മണിക്കൂർ മുമ്പേ മാത്രം വന്ന ആ ബാലൻ അന്ന് നടന്ന കാര്യം ലോകത്തെ അറിയിച്ചു. ഞാൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് ഭഗവാൻ ഭാരതീയ മണ്ണിൽ നിന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു. ഒരുപാട് പേർ നക്ഷത്രഫലം എഴുതാൻ അഭ്യർത്ഥിക്കാറുണ്ടെങ്കിലും ഞാൻ അതിന് മുതിരാത്തത് വീഡിയോവിൻ്റെ ദൈർഘ്യം കൂടിപ്പോകുന്നത് കൊണ്ടാണ്. ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ ഈ വീഡിയോയിലൂടെ. മീനൻ രാശിക്കാർ. ഗുരുവിൻ്റെ സ്വക്ഷേത്രമാണ് മീനം. രാശിമണ്ഡലത്തിൽ 130 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. രാശിചക്രത്തിലെ 12ാം രാശിയും അവസാന ജലരാശിയും ഉഭയരാശിയുമാണ് മീനൻ രാശി. പുരാണത്തിലെ ദേവഗുരുവായ വ്യാഴമാണ് രാശിയുടെ അധിപൻ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഭൂമിയേക്കാളും 10 ഇരട്ടിയിലധികം വലിപ്പം വാഴഗ്രഹത്തിനുണ്ട്. അതുകൊണ്ട് അനാവശ്യമായി വരുന്ന ചെറുതും വലുതുമായ വാൽനക്ഷത്രങ്ങളെയും സാറ്റലൈറ്റുകളെയും വ്യാഴം തടഞ്ഞു നിർത്തും. അതിനാലാണ് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും അകലുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. വ്യാഴം പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത് വ്യാഴത്തിൻ്റെ വിശാല മനസ്ഥിതിയെ കാണിക്കുന്നു. ഇവിടെ ശുക്രൻ ഉച്ചവും ബുധൻ നീചവുമാണ്. ഈ രാശി തൻ്റെ എതിരാളിയും അസുരഗുരുവുമായ ശുക്രാചാര്യനെ സ്വന്തം വീട്ടിൽ ബലവാനാക്കാൻ അനുവദിച്ചത് വ്യാഴത്തിൻ്റെ വിശാല മനസ്കതയാണ്. എതിർദിശയിലേക്ക് സഞ്ചരിക്കുന്ന 2 മീനുകളായാണ് മീനൻ രാശിയെപ്പറ്റി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത്. ഇത് അവരുടെ വ്യത്യസ്ത സ്വഭാവവിശേഷം കാണിക്കുന്നു. ഈ രാശിക്കാർ ആരെയും പിണക്കാതെ സംസാരിക്കാൻ അറിയാവുന്നവരാണ്. പണത്തിനോട് അത്യാർത്തി ഉണ്ടാവുകയില്ല. അന്യായ മാർഗത്തിലോ ഇടിച്ചു കയറിയോ നേതൃത്വത്തിൽ കയറാൻ ശ്രമിക്കുന്നവരല്ല. സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കും. കഴിഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തിയതിനു ശേഷം മാത്രം
അഭിപ്രായം പറയുന്നതിനാൽ ഇവരുടെ നിഗമനങ്ങൾ തെറ്റാറില്ല. പാവങ്ങളോടും രോഗികളോടും അനുകമ്പ കാണിക്കുക മാത്രമല്ല, അവരെ സഹായിക്കാനും മുമ്പിൽ തന്നെ ഉണ്ടാവും. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചാലും അർഹതപ്പെട്ടവരെ സഹായിക്കും. ആരോട് പിണങ്ങാതെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന ആഗ്രഹക്കാരാണ് മീനൻ രാശിക്കാർ. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇവർ തയ്യാറുമാണ്. പാരമ്പര്യ രീതികൾ കൈവിടാതെ തന്നെ ആധുനികത പിന്തുടരാനും പുതിയ ആശയങ്ങൾ സ്വായത്തമാക്കി അത് പ്രയോഗത്തിൽ വരുത്താനും ഇവർ മിടുക്കരാണ്. മീനൻ രാശിക്കാർ രണ്ട് സ്വഭാവം വെച്ച് പുലർത്തുന്നവരായിരിക്കും. പെട്ടെന്ന് കോപം വരികയും നിമിഷങ്ങൾക്കുള്ളിൽ അത് മാറി സാധാരണ രീതിയിൽ പെരുമാറാനും ഇവർക്ക് കഴിയും. നമുക്ക് വേണ്ടത്ര പ്രാധാന്യം ആരും തരുന്നില്ല, പലരും നമ്മെ അവഗണിക്കുകയാണ്, നമുക്ക് കിട്ടേണ്ടത് മറ്റുള്ളവർ തട്ടിയെടുക്കുകയാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ പലപ്പോഴും ഉണ്ടാകാനിടയുണ്ട്. മീനൻ രാശി ജലരാശിയായതുകൊണ്ട് ചിന്തകരും കലാകാരന്മാരും രഹസ്യശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഇവരിൽ കാണാൻ സാധിക്കും. മാർക്കറ്റിംഗ് രംഗത്തും ജലത്തിനോടുള്ള അഭിനിവേശം ഇവരെ കപ്പൽ സംബന്ധമായ ജോലി, കയറ്റുമതി, നേവി, മറൈൻ എഞ്ചിനീയർ, കെമിക്കൽസ്, പെട്രോളിയം, ഡയറി, പാൽക്കച്ചവടം, ഹോട്ടൽ തുടങ്ങിയ രംഗങ്ങളിൽ എത്തിക്കും. മീനൻ രാശി ദ്വിരാശിയായതിനാൽ രാശി സ്വരൂപം രണ്ട് മീനുകളായതിനാലും ഇവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും മാറി മാറി വരും. മീൻ കച്ചവടം, വക്കീലന്മാർ, ജഡ്ജി, ആസ്പത്രി ജീവനക്കാർ, ജയിൽ വാർഡർ എന്നിവരും ഇതിൽ പെടും. മീനം കഫ രാശിയായതിനാൽ ശരീരം തടിക്കാനുള്ള പ്രവണതയുണ്ടാകും. അതുമൂലം ദേഹത്ത് നീര് വരിക, രക്തസ്രാവം, കഫം, ആദി, അന്തർമുഖനാവുക തുടങ്ങിയ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. രാശിചക്രത്തിലെ അവസാന രാശിയായതിനാൽ കാലപുരുഷന്റെ കാൽപാദങ്ങളായിട്ടാണ് മീനൻ രാശിയെ സങ്കല്പിച്ചിട്ടുള്ളത്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം മനുഷ്യഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ വിശാല മനസ്കരും മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. പുരാണങ്ങളിലും തത്വചിന്തപരമായ കാര്യങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ളവരായിരിക്കും. ഉത്രട്ടാതി മനുഷ്യഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ വളരെ ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിരിക്കും. ആരും അവരെ അനാവശ്യമായി ശല്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല. രേവതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട ഇവർ ആത്മാർത്ഥതയുള്ളവരും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമായിരിക്കും. മതപരമായ അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരുമായിരിക്കും. ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കും. മീനൻ രാശിക്കാരുടെ ഇഷ്ടദിനവും ഭാഗ്യദിനവും വ്യാഴാഴ്ചയാണ്. ധനപരമായ കാര്യങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം ഉത്തമമാണ്. പൊതുവെ വ്യാഴം, ചൊവ്വ, തിങ്കൾ എന്നീ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്താൽ കാര്യസിദ്ധി ഉണ്ടാവും. ഭാഗ്യ നമ്പർ 3 ഇവർ മഹാവിഷ്ണു, സുബ്രഹ്മണ്യ, ദേവി എന്നീ ദേവതകളെ ഭജിക്കുന്നതും മഞ്ഞപ്പട്ട്, മുല്ലപ്പൂക്കൾ, സ്വർണം എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് ശുഭഫലപ്രാപ്തിക്ക് ഉത്തമമായിരിക്കും. മീനൻ രാശിക്കാർക്ക് ജന്മശനി കാലഘട്ടമാണ്. ആ ശനി വ്യാഴക്ഷേത്രത്തിൽ സമനാണ്. 3/6/2027 വരെ ശനി അവിടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം മേടത്തിലേക്ക് പോകും. ആ ശനി വക്രാവസ്ഥയിലും സ്തംഭനാവസ്ഥയിലും നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് 2025 നവംബർ 30 വരെ ഓം ശനീശ്വരായ നമഃ എന്ന മൂലമന്ത്രം 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ചൊല്ലണം. അതോടൊപ്പം എല്ലാ ശനിയാഴ്ചയും വ്രതമെടുത്ത് ശനീശ്വര പൂജയും ശനിഗ്രഹ പൂജയും ശനീശ്വര ക്ഷേത്രത്തിൽ നടത്തണം. മിഥുനത്തിൽ വ്യാഴം ഒക്ടോബർ 18, 2025 കർക്കടകത്തിലേക്ക് കടക്കും. അത് ഭാഗ്യസമയമാണ്. അവിടെ നിന്ന് 5/12/2025 വീണ്ടും വ്യാഴം മിഥുനത്തിലേക്ക് വക്രത്തിൽ സഞ്ചരിക്കും. വക്രവ്യാഴം ഭാഗ്യകാലം തന്നെയായിരിക്കും. രേവതി അംഗസിദ്ധി, സ്ഥിരസി, രാജപൂജ, അവാർഡുകളും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം. രേവതിക്കാർക്ക് ഈ കാലഘട്ടം നല്ല സമയമാണ്.
അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.